പ്രധാനമന്ത്രി പറഞ്ഞ വാക്ക് നിറവേറ്റിയതിന്റെ സന്തോഷത്തിലാണ് തിരുവനന്തപുരം പെരുന്താണി സ്വദേശി സിദ്ധാർത്ഥ. പുത്തരിക്കണ്ടത്തെ അഭിസംബോധനയ്ക്കിടയിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉയർത്തിക്കാട്ടിയ ഈ കൊച്ചുമിടുക്കന് പ്രധാനമന്ത്രി കത്തയച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ അഭിനന്ദന കത്ത് ഇത്രയും വേഗം പ്രതീക്ഷിച്ചില്ല എന്നും സിദ്ധാർത്ഥ ജനം ടിവിയോട് പറഞ്ഞു. പ്രശാന്ത് ശങ്കരമംഗലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം. കഴിഞ്ഞ മാസം 23-ാം തീയതി തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തിയപ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കുന്ന സമയത്ത്, അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ചിത്രം ഉയർത്തിക്കാണിച്ചൊരു കൊച്ചുമിടുക്കനുണ്ടായിരുന്നു. വളരെയേറെ വൈറലായി. പ്രധാനമന്ത്രി അവനോട് ആ ചിത്രം വാങ്ങിക്കുകയും തിരിച്ച് കത്തെഴുതാമെന്നൊക്കെ പറയുകയും ചെയ്തു. നമ്മളെല്ലാവരും കണ്ടതാണ്, മലയാളി സമൂഹം എല്ലാം ഒരുമിച്ച് കണ്ടതാണ്. ആ കൊച്ചുമിടുക്കന് പ്രധാനമന്ത്രി വാക്ക് പാലിച്ചിരിക്കുകയാണ്, കത്ത് അയച്ചിരിക്കുന്നു. അത് വലിയ സന്തോഷമുള്ള നിമിഷമാണ്. എന്നോടൊപ്പം ഉള്ളത് ആ കൊച്ചുമിടുക്കനാണ്, സിദ്ധാർത്ഥ് അല്ലേ? എന്ത് തോന്നുന്നു? പ്രധാനമന്ത്രി ചിത്രം വാങ്ങിച്ചു, കത്തെഴുത്തരാന്നൊക്കെ പറഞ്ഞു, ഇപ്പോൾ കത്ത് വന്നിരിക്കുകയാണ് വീട്ടിൽ. എന്ത് തോന്നുന്നു? നല്ല സന്തോഷമുണ്ട്. പിന്നെ ഇത് വരച്ച് കൊടുത്തപ്പം കത്ത് വരുന്ന വിചാരിച്ചപ്പോൾ ആദ്യം ഇച്ചിരി ലേറ്റാന്ന് വിചാരിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ വേഗത്തിൽ വന്നല്ലേ? എങ്ങനെയാണ് തോന്നിയത്? ഈ ചിത്രം വരയ്ക്കണമെന്നോ അവിടെ കാണിക്കണമെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം തോന്നിയത് എങ്ങനെ? അതൊന്നുകൂടെ പറയാമോ? നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടെ പറയാമോ? പിറ്റേ ദിവസം രാത്രിയാണ് എൻ്റെ ഒരു അച്ഛനും ഒരു വല്യച്ഛനും ഉണ്ടായിരുന്നു. വല്യച്ഛൻ BJP പ്രവർത്തകനാണ്. അങ്ങനെ വല്യച്ഛനും അച്ഛനും കൂടെ പറഞ്ഞു, ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പോൾ പറ്റുമെന്ന്. അപ്പം ഞാൻ ഇത് 10 o'clock കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. ഞാൻ വരച്ച് കഴിഞ്ഞപ്പോൾ ഒരു 12:55 ഒക്കെ ആയി. പിന്നെ ആണെങ്കിൽ പിറ്റേ ദിവസം കാണിച്ചപ്പം കണ്ടു. അപ്പം നല്ല സന്തോഷമുണ്ട്. പ്രധാനമന്ത്രി പേരെടുത്ത് പറയുകയൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? ചിത്രം എടുത്ത് പറയുകയൊക്കെ ചെയ്തപ്പോൾ വലിയ സന്തോഷമായില്ലേ? നല്ല സന്തോഷമായി. അതിനുശേഷം ഈ SPG ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ ഇത് കത്തയക്കുമെന്നൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞില്ലേ? അപ്പം ഇത്രയും വേഗത്തിൽ വരുമെന്ന് എന്താ തോന്നി ആ ഒരു നിമിഷം? ആ ഒരു നിമിഷം ഇച്ചിരി ഷോക്കായിപ്പോയി. കത്ത് വന്നപ്പോൾ എന്ത് തോന്നി? കത്ത് വന്നപ്പോൾ നല്ല ഹാപ്പിയായി. അച്ഛനും അമ്മയൊക്കെ എന്ത് പറഞ്ഞു? എല്ലാവരോടും പറഞ്ഞോ? പറഞ്ഞു. എല്ലാവരും എന്ത് പറഞ്ഞു? കൊള്ളാം, കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. സ്കൂളിലുള്ള എല്ലാവരും. ഇപ്പം എല്ലാവർക്കും എൻ്റെ പേരറിയാം. കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? അതാ ചോദിക്കാൻ വിട്ടു. കൂട്ടുകാരെന്ത് പറഞ്ഞു? സ്കൂളിൽ കൂട്ടുകാരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ടീച്ചേഴ്സൊക്കെ വലിയ ഹാപ്പിയാണല്ലേ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞായിരുന്നോ കൂട്ടുകാർ? കൺഗ്രാറ്റ്സ്, നിന്നെ TV-യിലെല്ലാം കണ്ടല്ലോ, കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. വലിയ സന്തോഷത്തിലാണ് സിദ്ധാർത്ഥ്. സ്കൂളിൽ കൂട്ടുകാരെല്ലാവരും ഇത് കാണുകയും അവരെല്ലാവരും അഭിനന്ദനം അറിയിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും ഇത്ര പെട്ടെന്ന്, അതായത് ഈ കത്ത് വരുമെന്ന് അറിയാമായിരുന്നു, പക്ഷേ ഇത്രയും വേഗത്തിൽ കത്തെത്തുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല എന്നാണ് സിദ്ധാർത്ഥ് നമ്മളോട് പറയുന്നത്. സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ശ്രീജിത്തും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമ്മ രേഷ്മയും. ഈ കത്ത് വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ. വളരെ സന്തോഷമുണ്ടല്ലേ ഈ നിമിഷം? വളരെ സന്തോഷം മാത്രമല്ല, ഈ പറഞ്ഞ പോലെ കത്ത് വന്നതും 2 ദിവസത്തിന് മുന്നേ മോർണിംഗിൽ നിന്ന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കോൾ വന്നായിരുന്നു. അപ്പോൾ കോൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ വെപ്രാളത്തിലെ അഡ്രസ്സ് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം അവർക്കൊരു കൺഫ്യൂഷൻ വന്നായിരുന്നു. അങ്ങനെ അവർ വിളിച്ചു, അത് കൺഫേം ചെയ്തു, അങ്ങനെ പോയി കളക്ട് ചെയ്തു. എന്തായാലും വളരെ സന്തോഷം. മോൻ പറഞ്ഞത് ഇത്ര പെട്ടെന്ന് ഈ കത്ത് വരുന്ന പ്രതീക്ഷയിലെന്താ പറഞ്ഞത്? മോന് ശരിക്കും പറഞ്ഞാൽ അവനും ഒരു ഷോക്ക്ഡ് ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നല്ലോ 23-ാം തീയതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് കിട്ടിയപ്പോൾ സന്തോഷം. പിന്നെ സ്കൂളിലൊക്കെ അറിഞ്ഞായിരുന്നു. അപ്പോൾ അവർ ടീച്ചേഴ്സ് തന്നെ മോൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് സന്തോഷം. എന്തു പറയുന്നു? വളരെ സന്തോഷം. അവർ ഈ പ്രായത്തിൽ ഒരു നല്ലൊരു നേട്ടമല്ലേ കൈവരിച്ചത്, അതുകൊണ്ട് ഭയങ്കര സന്തോഷം. ഇങ്ങനെ പ്രധാനമന്ത്രി ഇത് കാണുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പറയുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചില്ലല്ലോ? ഒട്ടുമില്ല. ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോഴേ എൻ്റെ ബ്രദർ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഇവൻ കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫീസിലെല്ലാവർക്കും. അപ്പോൾ ഇത് ബ്രദറാ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. ആ സമയത്ത് ഇല്ലായിരുന്നല്ലോ ഇവിടെ? അവിടെ ഇല്ലായിരുന്നു. ഞാനും ബാങ്കിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് പിന്നെ എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയൂടാ. ഞാനങ്ങനെ ഭയങ്കര ഷോക്കായി. പിന്നെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം അത്രയും എഫേർട്ട് എടുത്താണ് അവൻ വരച്ചത് തലേന്ന്. അതിനൊരു ഒരു നല്ലൊരു റിസൾട്ട് കിട്ടി. അതോടൊപ്പം തന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ അന്ന് മോൻ ഈ ചിത്രം ഉയർത്തി കാണിച്ചിരിക്കണം, ചില മാധ്യമങ്ങളും ചില ആളുകളും ചില പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും അവരൊക്കെ ചില തെറ്റിദ്ധാരണ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. PR വർക്കാണ്, അങ്ങനെയൊക്കെ ചില കുറ്റപ്പെടുത്തലൊക്കെ പറഞ്ഞിരിക്കുന്നു. അതിനോടൊക്കെ എന്താ പ്രതികരിക്കാനുള്ളത്? അത് PR വർക്ക് എന്നുള്ള നമ്മൾ എന്തായാലും അതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാര്യം സോഷ്യൽ മീഡിയയിൽ എന്ത് പറയാൻ ഞങ്ങളതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അന്ന് അവൻ്റെ ആ കഴിവ്, അന്ന് ആ ബ്ലെസ്സിങ് മൊമെൻ്റ് ആയിരുന്നു. അതിൽ അവൻ ചെയ്തൊരു കഴിവിന് അവന് കിട്ടിയൊരു അംഗീകാരമാണ്.
കാരണം ഇത് വേറെ നമ്മൾ ആരോടത്തും പറഞ്ഞ് നേരത്തെ മുൻകൂട്ടി ഇത് മോദിജി വരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ കാണിക്കാമെന്നോ അങ്ങനെയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അന്ന് ഞങ്ങൾ ചമ്മലായിട്ട് ഇരിക്കുകയായിരുന്നു, ഇത് കാണിക്കണോ വേണ്ടെന്നുള്ളൊരു ചമ്മലിലിരിക്കുകയായിരുന്നു. പിന്നെ എന്തോ ദൈവഭാഗ്യം പോലെ ഞാനിരുന്ന സീറ്റ് എന്ന് പറയുന്നത് സാറിന് നല്ല വിസിബിൾ ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. അപ്പോൾ അവനെ കാണാൻ പറ്റി. പിന്നെ അതുപോലെ അന്ന് ഞങ്ങൾക്ക് കിട്ടിയ പാസിൻ്റെ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ അന്ന് ഈ റോഡ് ഷോ നടക്കുന്നുള്ളതുകൊണ്ട് ആൾക്കാർ കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് ഇരിക്കാൻ പറ്റി. അത് വലിയൊരു ബ്ലെസ്സിങ് മൊമെൻ്റ് ആയിട്ട് മേ ബി ദൈവം എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ ഒരു നെഗറ്റീവ് ഫാക്റ്റായിട്ടൊന്നും ഞങ്ങളൊന്നും എടുക്കുന്നില്ല. അത് ഇതിൽ എടുത്തു പറയണമെന്ന് വെച്ചാൽ ആ ചിത്രം വരയ്ക്കുന്നത് അന്ന് വൈകിട്ടാണ്. അന്ന് രാത്രി എന്ന് മോൻ വരയ്ക്കുന്നു, പിറ്റേ ദിവസം പ്രധാനമന്ത്രിയെ കാണിക്കുന്നു. അതാണ് ഇതിനകത്ത് ഏറ്റവും ഒരു എടുത്തു പറയാനുള്ള അതിൻ്റെ ഒരു വൈശിഷ്ട്യം എന്ന് പറയുന്നത് അല്ലേ? അതെ, കാരണം അന്ന് ചേട്ടൻ വന്നപ്പോൾ 9 o'clock ആയി രാത്രി. അപ്പോൾ ചേട്ടൻ വന്നിട്ടാണ് ഈ പാസിൻ്റെ കാര്യം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സുഖമില്ലായിരിക്കുന്നു. അപ്പോൾ ഞാൻ 50-50 ആയിട്ടാണ് നിന്നത്. പിന്നെ ഞാൻ ആലോചിച്ച് എന്തായാലും മോദിജി വരുമ്പോൾ ഞങ്ങൾ ശംഖുമുഖത്താണെങ്കിൽ ഞങ്ങൾ റോഡ് ഷോയ്ക്കും ഇതെല്ലാം കാണാൻ പോകുന്ന വ്യക്തികളാണ്. അപ്പോൾ എന്തായാലും ഒന്ന് നേരിട്ട് കാണാം എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടെ പോയത്. പക്ഷേ അന്ന് രാത്രി 10 മണിക്ക് ശേഷം ഞാൻ മോൻ്റെ അടുത്ത് സംസാരിക്കും. 10:30 ആയപ്പോൾ വരച്ചു തുടങ്ങി. ഒരു 2 മണിക്കൂർ കൊണ്ടാണ് അവൻ അത്രയും പെർഫെക്ഷൻ അല്ലെങ്കിൽ അവനെ കൊണ്ടാവുന്ന രീതിയിൽ അവൻ വരച്ചു. അപ്പം അതിന് കിട്ടിയ നല്ലൊരു അംഗീകാരം. എല്ലാവരോടും പറഞ്ഞോ? പിന്നെ പറയുന്നത് മാത്രമല്ല, ഞങ്ങൾക്കൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം, മോൻ്റെ പേരിൽ അച്ഛനും അമ്മയ്ക്കും പിന്നെ ഗ്രാൻഡ് പാരൻസിനും അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ നേട്ടമായിട്ടുള്ളൊരു കാര്യമല്ലേ. അതുകൊണ്ട് സന്തോഷം. അതുതന്നെയാണ്, വലിയ സന്തോഷത്തിലാണ് സിദ്ധാർത്ഥിൻ്റെ അച്ഛനും അമ്മയും കുടുംബവും എല്ലാവരും. അതോടൊപ്പം തന്നെ സ്കൂളിലെ മറ്റ് സഹപാഠികളും അധ്യാപകരും എല്ലാം വളരെ സന്തോഷത്തിലാണ്. എന്തായാലും പ്രധാനമന്ത്രി കത്ത് അയച്ചിരിക്കുകയാണ്. അത് ഏറ്റവും വേഗത്തിൽ തന്നെ ചെന്ന് ഉടനെ തന്നെ പറഞ്ഞ വാക്ക് പ്രധാനമന്ത്രി പാലിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു വലിയ സന്തോഷം ഈ കുടുംബം ജനം TV യോട് പങ്കുവയ്ക്കുകയാണ്.